ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമ്പളങ്ങ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കി ഒരു 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് കുമ്പളങ്ങയുടെ പകുതി ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിവിടെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേവാവുന്നത് വരെ ഇതുപോലെ മൂടി വെച്ച് വേവിക്കണം. ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേവായൊന്ന് മനസ്സിലാവും. നല്ലതുപോലെ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേവായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഇതിവിടെ നല്ലതുപോലെ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുമ്പളങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിൽ തണിയാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു തേങ്ങയുടെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഉണ്ടാവും. ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് കണക്കാണെന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്ക് എരിവ് ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുമ്പളങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് ആവശ്യമാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്നുകൂടെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ തേങ്ങയും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുകൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി കുമ്പളങ്ങ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരവ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ലോയാക്കി വെച്ചതിന് ശേഷം ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ താളിച്ചത് നമ്മുടെ ഈ തൈരിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 ദിവസം ഉപയോഗിക്കാൻ പറ്റും.